യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ മാസം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അവരുടെ നല്ല ഭാവി, അനുഗ്രഹീതമായൊരു ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ശുശ്രൂഷ, ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ദൈവവചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവരിൽ ദൈവം വേഗത്തിൽ ഇടപെടുന്നതും അത്ഭുതങ്ങളെ ചെയ്യുന്നതും കാണാനിട വന്നിട്ടുണ്ട്. ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഈ ആലയത്തിൽ 10,000-ത്തിലധികം കുഞ്ഞുങ്ങളുടെ നിയോഗങ്ങൾ, പ്രാർത്ഥനാവശ്യങ്ങളുണ്ട്. മാതാപിതാക്കൾ എഴുതി വച്ചതുണ്ട്. അവയെല്ലാം യേശുവേ അങ്ങയുടെ തൃക്കരങ്ങളിൽ, എഴുത്തിലൂടെ ലഭിച്ച പ്രാർത്ഥനകൾ, വ്യക്തിപരമായി ഇവിടെ വന്ന് എഴുതിയിട്ട പ്രാർത്ഥനകൾ, ഇമെയിലിലൂടെ അയച്ച പ്രാർത്ഥനകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭിച്ച നിയോഗങ്ങൾ, പേരുകൾ യേശുവേ അങ്ങയുടെ തൃക്കരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രാർത്ഥിക്കുകയാണ് വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ. ഈ വചനം നമ്മൾ കേൾക്കുവാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 13-14 വചനങ്ങളാണ് വായിക്കുന്നത്. ഞാനത് വായിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഈ വചനം ഒന്ന് ശ്രദ്ധിക്കാം. 58-ാം അധ്യായം 13-ാമത്തെ വാക്യം: സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. സാപത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക. ആ വാക്യം മാത്രം ഒന്ന് ശ്രദ്ധയോടെ ഏറ്റെടുത്തേ. കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യമായി കണക്കാക്കുകയും സ്വന്തം വഴിയിലൂടെ നടക്കാതെ, നിൻ്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. ദൈവിക കാര്യങ്ങളെ ബഹുമാനിക്കുക, ആദരിക്കുക. ദൈവവചനത്തെ ബഹുമാനിക്കുക, ആദരിക്കുക. ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ അല്ലെങ്കിൽ നിയോഗ പ്രാർത്ഥന, ഇത് ദൈവവചനത്തെ, ആ ദൈവത്തിലുള്ള ആശ്രയത്വത്തെ ബഹുമാന്യമായി കാണുകയും ആദരിക്കുന്നവരുമാണ് നമ്മൾ. അല്ലെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ ഒത്തിരി ആളുകൾ ദൈവത്തെ, ദൈവവചനത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും പഠിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങൾ ദൈവത്തെ ആദരിക്കാൻ പഠിച്ചിരിക്കുന്നു, ബഹുമാന്യമായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നിന്ന് കേൾക്കുന്ന ഈ വചനങ്ങൾ എത്ര പേരിലേക്കാണ് എത്തിക്കുന്നത്? നിങ്ങളതിനെ വിലയുള്ളതും ബഹുമാന്യവുമായി കാണുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. കേൾക്കുന്നത് പോലും അതിനെ ബഹുമാന്യമായി കാണുന്നതുകൊണ്ടാണ്, ആദരിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെല്ലാവരും ശ്രദ്ധിക്കുക. ദൈവീക കാര്യങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് വിധത്തിലാണ് ആ വ്യക്തി ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുക എന്നറിയാമോ? തൊട്ടു താഴെ എഴുതിയിട്ടുണ്ട്. 14-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. എപ്പോൾ ദൈവത്തെ ആദരിക്കുക, ദൈവവചനത്തെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമ്പം, അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ആനന്ദം, സന്തോഷം. ദുഃഖം കണ്ടെത്തുമെന്നല്ല, നിരാശയിൽ എത്തിച്ചേരുമെന്നല്ല, പരാജയത്തിൽ ചെന്ന് കൂപ്പുകുത്തുമെന്നല്ല. ആനന്ദം എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ, ആനന്ദത്തോടെ ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ ദൈവം ആ വ്യക്തിയെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന വ്യക്തിയെ എത്തിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. ആനന്ദം കണ്ടെത്തും. അടുത്ത ഭാഗം ശ്രദ്ധിച്ചേ. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും, യാത്ര ചെയ്യിപ്പിക്കും.
ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ തീരെ ചെറുതായി കാണാൻ കഴിയില്ല. ഇതൊരു പ്രോഗ്രാമായി കാണാൻ കഴിയില്ല. ഇതൊരു ചടങ്ങായി കാണാൻ കഴിയില്ല. എല്ലാ ദിവസവും ഇതിങ്ങനെ നടക്കുന്നുണ്ട് ഇതൊരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് തോന്നില്ല, മാറില്ല. കാരണം എഴുതിയിരിക്കുന്നത് കണ്ടോ? ബഹുമാനിക്കുകയും ആദരിക്കുകയും ദൈവീക കാര്യങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുമ്പം അവർക്ക് ദൈവം ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങൾ, വലിയ ഭാഗ്യം, ഇതിൻ്റെ പേരാണ് ദൈവഭാഗ്യം. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹമാണ് ഒരു ദൈവഭാഗ്യത്തിന് കാരണമാകുന്നത്. ഉന്നത സ്ഥാനങ്ങളിലൂടെ ഞാൻ നിന്നെ സവാരി ചെയ്യിക്കും. സവാരി ചെയ്യുക എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യിക്കും. എപ്പോൾ? ദൈവികമായ കാര്യങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളാകാം, യുവതി യുവാക്കളാകാം, മാതാപിതാക്കളാകാം, ശുശ്രൂഷക്കാരാകാം, ദൈവത്തെയും ദൈവവചനത്തെയും ഉയർത്തിയവരെ ദൈവവും ഉയർത്തിയിട്ടുണ്ട്. ദൈവത്തെയും ദൈവീകമായ കാര്യങ്ങൾക്ക് വില കൊടുത്തവർക്കൊക്കെ ദൈവവും വില കൊടുത്തിട്ടുണ്ട്. ദൈവീകമായ കാര്യങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തെ ബഹുമാനിച്ചവരെ ദൈവവും മാനിച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ജീവിതവും കുടുംബവും ആരോഗ്യവും ആയുസ്സും ശുശ്രൂഷയൊക്കെ കാണുമ്പോൾ അതറിയാം. ഇവിടെ എഴുതിയിട്ടുണ്ട് ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങൾ. പ്രിയപ്പെട്ടവരെ, മക്കൾ രക്ഷപ്പെട്ട് കാണാനാ, അവരുടെ നല്ല ഭാവിയാ എന്നെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ ആഗ്രഹം. അവർക്ക് നല്ല രീതിയിൽ അവർ ജീവിക്കാൻ ഒരു ബ്ലസ്സഡ് ഫ്യൂച്ചർ അവർക്കുണ്ടാകണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ ദൈവീകമായ കാര്യങ്ങൾക്ക് വില കുറച്ച് കാണല്. എന്തു പ്രാർത്ഥന, എന്തു വചനം, എന്ത് ധ്യാനം, അങ്ങനെ ചിന്തിക്കല്ലേ. ദൈവത്തിനും ദൈവവചനത്തിനും വില കൊടുക്കുന്നവരെ ദൈവവും അവരുടെ ജീവിതത്തിന് വില തരും. അവരെ മാനിക്കും, അവരെ ഉയർത്തും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ അവരെ ഞാൻ സവാരി ചെയ്യിക്കും. നിങ്ങളുടെ പഠനത്തിലൂടെ നിങ്ങളൊരു ഉന്നത സ്ഥാനത്തെത്തും. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടും. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരും. അടുത്ത ഭാഗം, നിന്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. പരിപാലിക്കും എന്ന് പറഞ്ഞാൽ ഒരു ദോഷവും വരാതെ, ഒരു തിന്മയും വരാതെ, ഒരനർത്ഥവും വരാതെ ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും വില കൊടുക്കുന്നവരെ ദൈവം പരിപാലിക്കും. യാക്കോബിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. നിന്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. കർത്താവായ ഞാനാണ് ഇതരുളി ചെയ്യുന്നത്. ഇതാർക്കും ദർശനം കിട്ടിയതോ അല്ലെങ്കിൽ ഒരാളുടെ ലഭിച്ച തോന്നലോ ഒന്നുമല്ല. ഇത് ദൈവം തന്നെ, കർത്താവായ ഞാനാണ് ഇത് അരുളി ചെയ്തത്. ദൈവം തന്നെ അരുളി ചെയ്ത കാര്യമാണ്. പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, ഈ ആലയം ദൈവം തിരഞ്ഞെടുത്തൊരാലയമാണ്. അനേകർ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹത്തോടെ മടങ്ങുന്നൊരു സ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ മാസം മുഴുവൻ പ്രാർത്ഥിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. 12,000-ലധികം ഏകദേശം കണക്കനുസരിച്ച് 12,000-ലധികം കുഞ്ഞുങ്ങളുടെ പേരുകൾ ഇവിടെയുണ്ട്. ഇനി അതാത് കുടുംബങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമുക്കെല്ലാവർക്കും എൻ്റെ മകൻ, എൻ്റെ മകൾ എന്ന് മാത്രം ചിന്തിക്കാതെ എൻ്റെ പ്രായത്തിലുള്ള, എൻ്റെ മകൻ്റെ പ്രായത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും, എൻ്റെ മകളുടെ പ്രായത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും മനസ്സുകൊണ്ടൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. എൻ്റെ കുഞ്ഞിനിപ്പോൾ 2 വയസ്സാണ്, 8 വയസ്സാണ്, 10 വയസ്സാണ്, 2ാം ക്ലാസ്സിലാണ്, 5ാം ക്ലാസ്സിലാണ്, 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകനോ മകൾക്ക് വേണ്ടി മാത്രമല്ല, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി, അല്ല 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി, ഇന്ന പ്രായത്തിലുള്ള എൻ്റെ മകൾക്ക് വേണ്ടി മാത്രമല്ല, അതേ പ്രായമുള്ള എല്ലാ പിള്ളേർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, അവരെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. ഒരാൾ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ഒരാൾ നശിച്ചു പോകാൻ പാടില്ല. അവർ അനുഗ്രഹമുള്ള, ആരോഗ്യമുള്ള, ദൈവാനുഗ്രഹമുള്ള ഒരു തലമുറയായി കയറി വരണം. കഴിവും പ്രാപ്തിയും ഉള്ളവരായി കയറി വരണം. ഓരോ കുഞ്ഞു പോലും പ്രാർത്ഥനയിൽ ചേർന്ന് നിൽക്കുന്ന ഒരാൾ നശിച്ചു പോകാൻ പാടില്ല.
അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരികയാണ്. കർത്താവെ, ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ഓരോ നിയോഗങ്ങൾ, ഓരോ പേരുകൾ, ഓരോ ആവശ്യങ്ങൾ, ഓരോ ആഗ്രഹങ്ങൾ, അവയെല്ലാം അങ്ങയുടെ തൃക്കരങ്ങളിൽ, ബലമുള്ള തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ അവിടെ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കാനുള്ള കഴിവും ശക്തിയും ബുദ്ധിയും കോൺസെൻട്രേഷനും എല്ലാം നിങ്ങൾക്ക് കിട്ടട്ടെ. ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മുപ്പെത്താത്ത മരണങ്ങൾ, അപകടങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, യുവതി യുവാക്കളെ, നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടാകും. അതിനുവേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. പരസ്പര സ്നേഹബന്ധങ്ങൾ വർദ്ധിക്കാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വാസം വർദ്ധിക്കാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തികം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. ജോലി അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവനാമത്തിൽ അനുഗ്രഹമുള്ളതാകട്ടെ. ദൈവനാമത്തിൽ അനുഗ്രഹിക്കുന്നു. 91 സങ്കീർത്തനത്തിൻ്റെ വചനത്തിലൂടെ അനുഗ്രഹിക്കുന്നു. ഇന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ആലയത്തിലെ ശുശ്രൂഷകൾ ഒത്തിരി അനുഗ്രഹമായി മാറുന്നു. എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമാണ്. വ്യാഴാഴ്ച വരുന്നവർ, ഇവിടെ താമസിച്ച് ധ്യാനം കൂടാൻ ആഗ്രഹിക്കുന്നവർ ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി വരിക. അല്ല, നിങ്ങൾക്കിവിടെ വ്യാഴാഴ്ച ഇവിടെ താമസിക്കണമെന്നില്ല, ധ്യാനം കൂടി പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പ്രാർത്ഥിക്കാം. വെള്ളിയാഴ്ച വരാൻ പറ്റുന്ന വിധത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് വരാവുന്നതാണ്. സാധ്യമായ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഒരു പ്രോഗ്രാമായിട്ടോ, ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടോ, ടൂറിൻ്റെ ഭാഗമോ, ഒരു ഔട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടോ വരാതെ ഒരു പ്രാർത്ഥനയ്ക്ക് പോകാൻ മനസ്സിൽ പ്രേരണ കിട്ടിയാൽ ആ ഒരൊറ്റ നിയോഗത്തോടെ പ്രാർത്ഥിച്ചൊരുങ്ങി വരിക. ദൈവം നമ്മളെ സഹായിക്കും. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നാളെയും 5:30 തന്നെ ഒരുമിച്ച് കാണാൻ നമുക്ക് സാധിക്കുന്നിടത്തോളം കഴിയട്ടെ. നാളെ കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിലെന്ന പോലെ സൂക്ഷിക്കട്ടെ. ആമേൻ.